ഈ വരാൻ പോണ 30 to 40 ഡേയ്സിനുള്ളിലല്ലേ നമ്മുടെ FR എക്സാംസ് വരുന്നത്. അതെ. അനലൈസ് ഹൗ മച്ച് ടൈം യു ഹാവ് ആൻഡ് ഹൗ യു ഗോയിങ് ടു വർക്ക് അബൌട്ട് ദാറ്റ് ടൈം. ACCൻ്റെ ഏത് പേപ്പറും ഒരു ഫാക്കൽറ്റി സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ നിന്നിരിക്കുക. ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകാനെങ്കിൽ ശരിക്കും നല്ലതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പരിധി വരെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. Slot is kept blank. That is for you to decide which time is better for you. And Asif, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓൾറെഡി പറഞ്ഞല്ലോ, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, പെർസീവറൻസ്. These are your heroes. Hi students, this is Alkesh. ഹായ്, ഐ ആം ആസിഫ്. അപ്പോൾ ഇന്ന് ഞാനും ആസിഫും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വരാൻ പോണ 30 to 40 ഡേയ്സിനുള്ളിലല്ലേ നമ്മുടെ FR എക്സാംസ് വരുന്നത്. അതെ. അപ്പോൾ ഈ FR എക്സാംസിൽ നമ്മുടെ ഈ വട്ടം FR എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും പാസ്സാകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സ് ട്രിക്സ് എങ്ങനെ ആയിരിക്കണം നമ്മൾ എക്സാമിന് വേണ്ടി വർക്കൗട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ ആസിഫ്? പറഞ്ഞു കൊടുക്കാലോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണത് നമ്മുടെ എലാൻസിലെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണോ? അല്ല, നമുക്ക് എന്ത് ചെയ്യാം, പുറത്തെ സ്റ്റുഡൻസിനും കൂടി വേണ്ടിയിട്ടാക്കാം. കാരണം പുറത്തെ സ്റ്റുഡൻസിന് അറിയണമല്ലോ എങ്ങനെയാണ് എലാൻസിൽ ഇത്രയും പാസ് റേറ്റ് വരുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ആസിഫെ, നമുക്കല്ലേ ആദ്യം തന്നെ നിന്റെ റാങ്ക് വെച്ച് തുടങ്ങാം. നീ റാങ്ക് ഒക്കെ അടിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ചെറുതായിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുത്തോടാ ഈ റാങ്ക് ഒക്കെ എങ്ങനെ അടിക്കാം. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് അടിക്കും, ഇതെന്താ, അതൊക്കെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് പിടിച്ചാൽ പോരെ. അപ്പൊ ആസിഫ് പറയും, ശരിക്കും ഈ റാങ്ക് എങ്ങനെ അടിക്കാം? ഞാനൊന്നും അടിക്കാത്തോണ്ട് എനിക്ക് അറിയില്ല. പറയാലോ, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടായില്ലോ, പെർസിവറൻസ്. അതന്നെ. ഇത് 3 പേരുമാണ് എൻ്റെ ഹീറോസ്. നമുക്കില്ലേ ഈ പൃഥ്വിരാജ് കളി നിർത്താം, എന്നിട്ട് ആസിഫിന് എങ്ങനെ റാങ്ക് കിട്ടിയെന്ന് നോക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ ലൈക്ക് എല്ലാവരും നല്ല വൃത്തിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. മോറോവർ എൻ്റെ കൂട്ടുള്ള ബാച്ച്മേറ്റ്സ് ആവട്ടെ, ഒരുപാട് സ്റ്റുഡൻസിനെ അവിടെ കാണാറുണ്ട് നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കുന്നവർ, നല്ല കഴിവുള്ളവരും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പരിധി വരെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ചില സമയത്ത് ഒരു കുട്ടിക്ക് ഏറ്റവും ബെറ്ററായിട്ട് നല്ല നോളജുള്ളൊരു കുട്ടിക്ക് തന്നെ ചിലപ്പോൾ അവൻ്റെ ലെവലിൽ എക്സാം എഴുതാൻ പറ്റണമെന്നില്ല, റൈറ്റ്? അപ്പോൾ ദ മെയിൻ കീ പോയിൻറ്റ്സ് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ട്രാക്കിലായിരിക്കണം, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ഫാക്കൽറ്റിയെ കുറിച്ച് ആരാന്നൊക്കെ. ഹബീബ് സാറായിരുന്നു. സാർ നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു ക്ലാസ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആസിഫ് ഇപ്പോൾ പറഞ്ഞ പോലെ ശരിക്കും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ശരിക്കും നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്താൽ കൊടുക്കാം. അതായത് മക്കളെ, നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 30 day ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് ദിവസം എന്ത് പഠിക്കണം, ഏതൊക്കെ പ്രോബ്ലം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ കാര്യങ്ങളുടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ്പ് യു അനലൈസ് ഹൗ മച്ച് ടൈം യു ഹാവ് ആൻഡ് ഹൗ യു ഗോയിങ് ടു വർക്ക് അബൌട്ട് ദാറ്റ് ടൈം. ആൻഡ് ആസിഫ് സാർ പറഞ്ഞ പോലെ ഡെഡിക്കേഷൻ വേണ്ട. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ ദിസ് വിൽ വർക്ക് മിറക്കിൾസ് ഫോർ യു. അപ്പോൾ എന്തായാലും വി ക്യാൻ ഹോപ്പ് ദാറ്റ് അഫ്കോഴ്സ് യു വിൽ പാസ്. എന്തുകൊണ്ടാണ്, നിങ്ങൾ കൺസിക്യൂട്ടീവ് ആയിട്ട് എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ആ ഗൈഡ് ലൈൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ടൈം ടേബിളിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഫോർ യു ഗൈസ്. സാറേ, റാങ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണല്ലോ. ലൈക്ക് നമ്മൾ സ്റ്റുഡൻ്റ് ആയപ്പോൾ നമുക്കറിയാം നമ്മളെ ബാച്ച്മേറ്റ്സ് എങ്ങനെയാണെന്ന് അറിയാം, നമ്മളെ പിള്ളേരെങ്ങനെയാണ് നമുക്കറിയാം. അവർക്ക് എന്താ വേണ്ടേ, സാർ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം, എൻജോയ് ചെയ്യുന്ന ഇടയിൽ കൂടെ ഞങ്ങൾക്ക് പാസ്സാവണം, ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതാണ്. അപ്പോൾ അജിത് സാർ പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു അറിവുണ്ട്. സാർ ഭയങ്കര ലിമിറ്റഡ് ടൈം പഠിച്ചിട്ടാണെങ്കിലും നല്ല രീതിയിൽ എല്ലാതും പെട്ടെന്ന് പാസ്സാവുന്ന ഒരാളായിരുന്നു എന്നുള്ളത്. അതിൻ്റെ ഇടയിലുള്ള കുട്ടൻസ് എന്താ സാറേ? അതാണ് ആസിഫ്, ബേസിക്കലി പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ബെഞ്ചിൽ കറക്റ്റായിട്ട് വന്ന് സാർ പറയണതൊക്കെ കേട്ട് നോട്ട്സ് എഴുതി അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്ന വി ക്യാൻ പാസ്. സംഭവം ഇനി കാര്യങ്ങൾ പറയും, ഇത് തള്ളു, ഉള്ളത് പറയും. അങ്ങനെയല്ലടാ, ശരിക്കും ആർക്കാണ് ഇപ്പോൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പറ്റാം? മീൻസ് നമ്മളെല്ലാവരും പിള്ളേർ ഈ ഒരു പ്രായത്തിൽ മൊത്തം സമയം ഇരുന്ന് പഠിക്കാന്ന് പറയണത് തന്നെ പറ്റൂല. കാരണം അവരുടെ ലൈഫിൽ ബാക്കി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ പാരൻസിനാണെങ്കിൽ എപ്പോഴും സ്റ്റുഡൻസ് പഠിക്കണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇറ്റ് ഈസ് നോട്ട് ദി ഹാർഡ് വർക്ക് ദാറ്റ് യു പുട്ട് ഇൻ, ഇറ്റ് ഈസ് മോർ ഓവർ ദി റിസൾട്ട് ദാറ്റ് കംസ് അലോങ് വിത്ത് ഇറ്റ്. അതിൻ്റെ ഞാൻ എക്സാമ്പിൾ പറയണ്ട ശരിക്കും ആസിഫെ, ഇത് എനിക്ക് ലിറ്ററലി സംഭവിച്ചൊരു കാര്യം. അതായത് എൻ്റെ
ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചൊരു സബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ടാക്സും FRഉം ഒരുമിച്ച് എഴുതിയ സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ലെവലിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെക്കാട്ടും കഷ്ടപ്പെട്ട അജിത് സാറൊക്കെ. പക്ഷേ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞാൻ പൊട്ടിയപ്പോൾ എൻ്റെ അപ്പനുണ്ട്. അപ്പം വന്നിട്ട് തോളത്ത് കൈയിട്ടിട്ട് അപ്പൻ എന്നോട് പറഞ്ഞു, അൽകേഷ് ഇറ്റ്സ് ഓക്കെ, ACC അല്ലേ, ഇത്തിരി ടഫാണ് പേപ്പേഴ്സ്, സീനില്ല, നീ പഠിക്ക്, ഇത്തിരി കൂടി ഹാർഡ് വർക്ക് ഇടാനുണ്ട്, അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് പഠിച്ചു. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് P1 എന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് P1 എന്ന് പറയുന്ന പേപ്പർ ആയിരുന്നു. ഇപ്പോൾ SBL ആയി. P1 ഞാൻ ലിറ്ററലി പഠിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാനൊരു 4 ദിവസം നോക്കിയിട്ടുണ്ടാവും ഹാർഡ്ലി. നോക്കിയിട്ട് ഞാനിങ്ങനെ പാസ്സായി, ഭാഗ്യത്തിന് പാസ്സായി. പക്ഷെ അന്ന് എൻ്റെ അപ്പം വീണ്ടും റിസൾട്ടിൻ്റെ അന്ന് തോളത്തൊക്കെ കൈയിട്ടിട്ട് അപ്പം പറഞ്ഞു, അൽകേഷ് ഐ സോ യുവർ ഹാർഡ് വർക്ക്. ഞാനൊന്ന് ഞെട്ടി, ഏത് ഹാർഡ് വർക്ക്? അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ദി ഹാർഡ് വർക്ക്, ഇറ്റ് ഈസ് ദ റിസൾട്ട്. നിങ്ങൾ എത്ര വർക്ക് ചെയ്തു എന്ന് ആരും നോക്കില്ല, നിങ്ങളുടെ റിസൾട്ട് ആണ് നോക്കുക. അപ്പോൾ റിസൾട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ നോക്കി തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, നമുക്ക് വേണ്ടത് 100-ൽ 100 അല്ല ICC പാസ്സാവും, നമുക്ക് വേണ്ടത് 50-ന്റെ മുകളിലാണ്. അപ്പൊ ഈ 50-ന്റെ മുകളിൽ വാങ്ങാന്ന് പറയണത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഈ +1 +2 5 സബ്ജക്റ്റ് ഒക്കെ പഠിച്ചിട്ടല്ലേ 50-ന്റെ മുകളിൽ 70-ഉം മറ്റേ ഡിസ്റ്റിങ്ഷൻ ഒക്കെ വാങ്ങി നമ്മൾ മാസം കാണിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒറ്റ സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. ആ ഒരു സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ബേസിസിൽ ക്ലാസ് ഞാൻ വൃത്തി കേൾക്കും. എനിക്ക് ക്ലാസ്സിൽ പോലും ഇഷ്ടമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ, കാരണം ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്താണ് എനിക്ക് ആ പിള്ളേരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പൊ ഞാൻ ക്ലാസ് വൃത്തിക്ക് കേൾക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അജിത്തിനെ കളിയാക്കും ഫസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കണേനൊക്കെ. പക്ഷെ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബ്രേക്ക് സമയത്ത് ഇവന്റെ ഒപ്പം പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് ചെല്ലിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോണത്. പക്ഷെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഇത് നമുക്ക് ഇനിയും ആവശ്യമുള്ള കാര്യമല്ലേ. അപ്പം മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഈസിയർ ടു സ്റ്റഡി ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടു സ്റ്റഡി ദി ഹാർഡ് വേ. അപ്പോൾ എളുപ്പത്തിന് ഒരു കാര്യം മനസ്സിലാക്കി ആ കാര്യം അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അന്ന് പഠിച്ച കാര്യം അന്ന് തന്നെ വീട്ടിൽ പോയി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ആ വീക്കിൽ ഒരു വട്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നോക്കുക. എൻ്റെ ക്ലാസ് മെയിൻലി ഫോക്കസ് ചെയ്യുക. ക്ലാസ് മിസ് ചെയ്യാറില്ല ഞാൻ. ആ ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇട്ടാട്ടാ, പക്ഷെ ക്ലാസ് മിസ് ചെയ്യാറില്ല. ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ മീ. ആ ഒരു ലെവലിലാണ് പോയത്. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ FR ഒന്നുകൂടെ പ്രാക്ടീസ് ഭയങ്കരമായിട്ട് വേണ്ട ഒരു പേപ്പറാണ്. എസ്പെഷ്യലി നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അധിക K-level സ്റ്റുഡൻസും അവിടെ ഫസ്റ്റ് സ്കില്ലായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് FR. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു ആദ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ചോയ്സ് FR ആണ്. അതെ. അതായത് അവരാണെങ്കിലും ലൈക്ക് ആ ഒരു ഇപ്പോൾ ഡിഗ്രി വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അത്രയും സീരിയസ്നെസ് ഇല്ലാതെയാണ് വരുന്നത്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ. അങ്ങനെ പറയണമല്ലോ, എല്ലാവരും ഒറ്റ പറയാൻ പാടില്ലല്ലോ. ലൈക്ക് അവരും അത്ര ഫോക്കസ്ഡ് അല്ല. അപ്പോൾ നമ്മളെ K-level സ്റ്റുഡൻസ് ആവട്ടെ, ഇവരെന്ത് വിചാരിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾ FAയിൽ അടിപൊളിയായി സ്കോർ ചെയ്താണ്, ഞങ്ങൾക്ക് 80 above ഉണ്ട്, ഞങ്ങൾക്ക് 90 above ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ്സിലോട്ട് വരിക. പക്ഷേ അവർക്കൊരു ഫസ്റ്റ് സ്കിൽ ലെവൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു വേരിയേഷൻ അത്ര പെട്ടെന്ന് എന്തായാലും കഴിയില്ല, മനസ്സിലാവുമ്പോൾ തന്നെ എന്തായി ഉണ്ടാവും, വളരെയധികം വൈകിട്ടുണ്ടാവും. പിന്നെ അവർക്കിനത് പുൾ ഓഫ് ചെയ്യാൻ കഴിയില്ല. റൈറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ തന്നെ നേരത്തെ മെൻഷൻ ചെയ്ത കാര്യം തന്നെയായിരുന്നു, സെക്ഷൻ മാക്സിമം നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ആവട്ടെ ഓൺലൈൻ ക്ലാസ് ആവട്ടെ ഏത് സെഷൻ ആവട്ടെ എല്ലാ ഒരു ഫാക്കൽറ്റി സ്കെഡ്യൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക്കും എങ്ങനെ എടുക്കണം, എന്ന് തീർക്കണം, ഏതൊക്കെ ടോപ്പിക്ക്, ഈവൻ ദ ക്വസ്റ്റ്യൻസ് നമ്മൾ മെൻറ്റേഴ്സിനോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം പ്രോപ്പർലിയാണ് ഒരു ഫാക്കൽറ്റി സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഈ സമയത്ത് ഇപ്പോൾ സാറേ എൻ്റെ ക്ലാസ്സിൽ 2 ദിവസം മുന്നേ ഒരുത്തൻ ലീവായി, ചുമ്മാ ചോദിച്ച് എന്താ റീസൺ എന്നുള്ളത്. അപ്പോൾ അവൻ പറയണേ, സാറേ വേറെ ഒന്നുമല്ല, റീസൺ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല, വലിയ വേറെ എന്തൊക്കെ ഇഷ്യൂണ്. പിന്നെ എടുത്തൊന്നേ ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അത് സാറേ പറടാ എന്തായിരുന്നു പ്രശ്നം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്മായിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ എന്താ അവനോട് പറയാം. അതല്ലേ പറയുന്നത്, ഓരോ ലൈം റീസൺസ് പറഞ്ഞിട്ട് ഓരോ ക്ലാസ് അങ്ങനെ ബങ്ക് ചെയ്തുകൊണ്ടേ നിൽക്കുക. പക്ഷേ നിങ്ങളെല്ലാവരും ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ് ഏത് പേപ്പർ ആവട്ടെ, FR എന്നല്ല ACCൻ്റെ ഏത് പേപ്പറും ഒരു ഫാക്കൽറ്റി സ്കെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. അതാണ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരു മെയിൻ തിങ്. റൈറ്റ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കാര്യം വൃത്തിക്ക് മനസ്സിലാവേണ്ട, അതൊരിക്കലും ഈസി ആവില്ല. ഈസി ആവണമെങ്കിൽ ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ സാറിനോട് പറഞ്ഞല്ലോ, ഒരുപാട് സ്റ്റുഡൻസ് വളരെ ലൈം റീസൺസ് കൊണ്ട് മാത്രം ക്ലാസ് കട്ട് ചെയ്യുന്നു. പിന്നെ അവർക്കത് ഗ്രാജുവലി ഭയങ്കര അഗ്രിഗേറ്റ് ചെയ്ത് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയി മാറാറുണ്ട്. അവരധികം ട്രാക്കിൽ നിന്ന് ഔട്ടായി പോകാറുണ്ട്. സോ ഫോർ യു സ്റ്റുഡൻസ്, ഒരിക്കലും നിങ്ങൾ ക്ലാസ് ഒന്നും ബഗ് ചെയ്യരുത്. അല്ല, ഞാൻ ഉദ്ദേശിച്ച മറ്റേ സാധനം. അതെ, അത് ചെയ്യരുത്. സോ ക്ലാസ്സസ് ആർ കീ ടു സക്സസ്. ഓക്കെ സാർ, സ്റ്റുഡൻസ് തന്നെ പല ഇതുണ്ട്. ലൈക്ക് സിംഗിൾ പേപ്പർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ 1-2 പേപ്പേഴ്സ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ വർക്കിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നവരുണ്ട്, പേപ്പേഴ്സ് എടുക്കുന്നവരുണ്ട്. ഇവിടെ എല്ലാവരുടെയും സിറ്റുവേഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സാർ ഇത്രയും വർഷത്തെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, സാറിൻ്റെ ഒരു ഇൻസൈറ്റ് വെച്ചിട്ട് നമുക്കിതെങ്ങനെ അവർക്കൊന്ന് പ്രോപ്പർലി അനലൈസ് ചെയ്തൊന്ന് ഹെൽപ്ഫുൾ ആക്കി കൊടുക്കാൻ കഴിയുക? ആസിഫ് പറഞ്ഞത് ശരിയാണ്. ഇവരെല്ലാവരും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ കൂടിയാണ് പോണത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പേപ്പർ എടുക്കുന്ന സ്റ്റുഡൻറ്റും 2 പേപ്പർ എടുക്കുന്ന സ്റ്റുഡൻറ്റും ഒരു സ്റ്റുഡൻറ്റ് ലൈഫാണ് ജീവിക്കുന്നത്. ബട്ട് കമ്പയർ ടു എ പേഴ്സൺ ഹൂസ് വർക്കിംഗ്, അവർക്ക് ലിറ്ററലി ഇത്രയും കൂടി ഡിഫിക്കൽട്ടാണ്. കാരണം വർക്ക് പ്രഷർ, വർക്കിൻ്റെ ടൈമിങ്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട്, അത്രയും ടയർഡായിട്ട് വന്നിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് കേട്ടിട്ട് അവരെങ്ങനെ ഈ സാധനം വർക്കൗട്ട് ചെയ്യും? ദാറ്റ് ഈസ് എ കീ പോയിന്റ് ദാറ്റ് വി ഹാവ് ടു അഡ്രസ് ടു. പിന്നെ ഒരു പേപ്പർ എടുക്കുന്നത് 2 പേപ്പർ എടുക്കുന്ന സ്റ്റുഡൻസ്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പേപ്പർ എടുക്കുന്ന സ്റ്റുഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ടൈം ടേബിൾ കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ ഞാൻ ശരിക്കും അത് 2 പേപ്പർ എടുക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ മൈൻഡിൽ കണ്ടിട്ടാണ്. അപ്പോൾ ടൈം ടേബിളിൽ തന്നെ പേപ്പർ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഒരേ സെല്ലിൽ പേപ്പർ 2 എന്ന് ഇട്ടിട്ടില്ലേ, അത് ശരിക്കും ആ കുട്ടികൾക്ക് പേപ്പർ 2 ചെയ്യണവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേർക്ക് പേപ്പർ 1 മാത്രം ചെയ്യണ പിള്ളേർ FR മാത്രം എൻജോയ് ചെയ്തോട്ടിടാ. പക്ഷേ മറ്റേ വർക്ക് ചെയ്യണ ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റില്ലടാ എൻജോയ് ചെയ്യുന്നത്. പാവങ്ങൾ അവിടെ നിന്ന് നല്ല പ്രഷർ അനുഭവിച്ചിട്ടാണ് വന്ന് ഇതാക്കുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ്, യു ആർ വർക്കിംഗ് വെരി ഹാർഡ് ടു അപ്ലിഫ്റ്റ് യുവർ ലൈഫ് സ്റ്റൈൽ അല്ലേ. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടൈം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇത്തിരി ടൈം നിങ്ങൾ എന്തായാലും ഡെയിലി ബേസിസിൽ, അതായത് നിങ്ങളിപ്പോൾ വർക്ക് 9 to 5 ആണ്, അപ്പോൾ വീട്ടിലൊരു 7 വന്നു, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു 1 hour ഇരുന്ന് ഓൺലൈൻ ക്ലാസ് കണ്ടു. നമ്മൾ അലയൻസിൽ ഓൺലൈൻ ക്ലാസ് 1 hour, അതേപോലെ റെക്കോർഡ് ക്ലാസ് ഈ 15 minutes 30 minutes അല്ലെങ്കിൽ 1 hour മാക്സിമം, അത്രയിലേക്ക് വന്ന് ലിമിറ്റ് ചെയ്യണതിൻ്റെ ഒരു മേജർ റീസൺ തന്നെ എന്താണ്? സോ ദാറ്റ് ഈ വർക്കിംഗ് സ്റ്റുഡൻസിന് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും. അവർക്ക് ചെറിയ ചെറിയ ബൈറ്റ് സൈസിൽ ഇത് കൊടുത്ത് അവർക്ക് ഇൻസൈറ്റ്സ് കിട്ടി, അവർക്ക് ഇത്തിരി ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ വർക്കിംഗ് സ്റ്റുഡൻസിനോട് എപ്പോഴും പറയും, നിങ്ങൾക്ക് ഏത് പാതിരാത്രിയും ഞാൻ അവൈലബിൾ ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് വന്നിട്ട് ഇരുന്ന് പഠിക്കായിരിക്കും, നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ ആ പഠിക്കുന്ന ഫ്ലോ കളയണ്ട, യു ക്യാൻ കോൾ അപ്പ്, നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ സെമ്മിൽ എനിക്ക് 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഹൂ വർക്കിംഗ്. ലിറ്ററലി അവർ ലേറ്റ് നൈറ്റ് വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് എന്നെ വിളിച്ചിരുന്നത്. ബട്ട് ദേ ഫോക്കസ്ഡ് ഓൺ വൺ തിങ് ആൻഡ് ദാറ്റ് വാസ് ദർ കീ ടു സക്സസ്. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അവർ പാസ്സായിട്ടുണ്ടായിരുന്നു, അവർ ഭയങ്കര ഹാപ്പിലി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഇങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ചടപ്പുണ്ടായിരുന്നു ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ. അപ്പോൾ ഞങ്ങൾ തന്നെ എന്ത് ചെയ്തു, എല്ലാ ദിവസവും കുറച്ച് പഠിച്ചു, പക്ഷെ പഠിച്ചത് വൃത്തിക്ക് പഠിച്ചു സാറേ. അപ്പോൾ അത് വെച്ചിട്ട് ഗംഭീര മാർക്കൊന്നുമില്ല എന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. അതായത് 51 കിട്ടിയ ഒരുത്തിന് 50 കറക്റ്റ്. ബട്ട് ഹീസ് വെരി ഹാപ്പി. അപ്പം ആ ഒരു സാധനം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, there will be a lot of functions, there will be a lot of things you have to attend after work. But if you make that sacrifice, ആ ഒരു ചെറിയ സാക്രിഫൈസ് മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്നും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട്, സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ലീവ് ആണെങ്കിൽ ആ സമയം കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ there is always a higher chance of passing. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, things are much more a bigger struggle than what the students are facing. But ആ സ്ട്രഗിൾ എടുത്തിട്ട് കിട്ടുന്ന ആ സക്സസ്, ആ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ പാസ് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, അത് വേറെ ആർക്കും കിട്ടില്ല. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഓൺ. അതിപ്പോൾ ആര് പാസ്സായാലും ഉണ്ട് കേട്ടോ സ്റ്റുഡൻസ്, നിങ്ങൾ പാസ്സായാലും നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ട്. നിങ്ങൾ പാസ്സാകുമ്പോൾ എനിക്ക് ഒരു ആ ഫീൽ ഉണ്ട്, ഞാൻ പോലും ഉറങ്ങാറില്ല ആ ദിവസം. അപ്പോൾ to all students, now this is irrespective of whether you are working, whether you are studying 1 paper 2 paper, I'll tell you one thing, ഡെയിലി ബേസിസിൽ കുറച്ച് നേരടാ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ നടന്നു പോട്ടെ, അതിൻ്റെ ഇടയിലൊന്നും നിങ്ങളിരുന്ന് പഠിക്കരുത്. അത് ഞാനും പറയില്ല പഠിക്കാൻ. കാരണം എന്താ, ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് വേറെ സ്ഥലത്തായിരിക്കും.
മേക്കപ്പ് എ സ്റ്റഡി ടൈം ടേബിൾ. അതായത് നമ്മുടെ ഈ ടൈം ടേബിളിൽ തന്നെ ഞാൻ ടൈം ഇട്ടിട്ടില്ല. ആ ടൈം ഇസ് ദാറ്റ് സ്ലോട്ട് ഇസ് കെപ്റ്റ് ബ്ലാങ്ക്. ദാറ്റ് ഇസ് ഫോർ യു ടു ഡിസൈഡ് വിച്ച് ടൈം ഇസ് ബെറ്റർ ഫോർ യു. ബിക്കോസ് എവ്രി വൺ ഇസ് ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസിലാണ് നിൽക്കുന്നത്. ചിലർക്ക് രാവിലെയാണ് പറ്റുള്ളൂ, ചിലർക്ക് രാത്രിയാണ് പറ്റുള്ളൂ. അപ്പം ഞാനൊരു ടൈം ടേബിൾ ഇട്ട് അതിൻ്റെ സെയിം ഫ്ലോയിൽ പോകാൻ പറ്റില്ല. ബട്ട് ദിസ് ഇസ് എ ഡൈനാമിക് ടൈം ടേബിൾ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തന്നെ അതിൽ ടൈം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ടൈം ഒരു മണിക്കൂർ ഇട്ടാൽ മതി. ആ ഒരു മണിക്കൂർ നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്താൽ ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് യു ആർ ഗോണ പാസ്. അപ്പോൾ സീ യു ഗൈസ് ആഫ്റ്റർ 40 days. നിങ്ങൾ മാക്സിമം ഈ ടൈം ടേബിൾ യൂസ് ചെയ്യുക ആൻഡ് ടെൽ us how it worked out. കമൻറ്റ് ഇൻ ദി വീഡിയോ. ഇത് നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ആൻഡ് മക്കളെ മാക്സിമം എഫേർട്ട് ഇടുക, എന്തായാലും പാസ്സാവും. ദിസ് ഇസ് വിത്ത് യു. എന്തായാലും യു ആർ ഗോണ ഡു ദിസ്. ആ ഒരു കാര്യം എന്തായാലും മനസ്സിൽ വെച്ചുകൊണ്ട് പുട്ട് യുവർ മാക്സിമം. ആസിഫ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, പെർസീവറൻസ്, ദീസ് ആർ യുവർ ഹീറോസ്.